രാജേഷ് ചേരുകയാണ്. ഇവിടെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്ത് നടത്തിയത്. അതിനിടയിൽ ഇപ്പോൾ വലിയ ഒരു തട്ടിപ്പിന്റെ വിവരം കൂടി മേയർക്ക് ലഭിച്ചു എന്നറിയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അല്ല, ഇത് ഇന്നലെ ആറ്റുകാലിൽ ഉച്ചയ്ക്ക് തിരിച്ചു പോകുമ്പോഴേക്കാണ് 400 രൂപ ഒരു ഓൾട്ടോ കാറിന് ഒരു ദിവസത്തേക്ക് വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു. ഞാൻ അതിലിടപെട്ടപ്പോഴേക്കാണ് മനസ്സിലായത് പാർക്കിങ്ങിന്റെ പേരിൽ പണപ്പിരിവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിലിടപെട്ടു. അപ്പോൾ തന്നെ അധികം വാങ്ങിയ പണമൊക്കെ തിരിച്ചു കൊടുപ്പിച്ചു. അതിൽ ഇടപെടേണ്ടായിരുന്നു. പഴയ നിയമവിരുദ്ധമായിട്ട് നടത്തിയ പാർക്കിംഗ് സെന്റർ. പക്ഷേ പൊങ്കാല കേന്ദ്രീകരിച്ച് മാത്രമാണോ? അല്ല, പൊങ്കാല കേന്ദ്രീകരിച്ച് വ്യാപകമാണ്. പൊങ്കാല അല്ലാത്ത സമയത്തും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പൊങ്കാല കേന്ദ്രീകരിച്ച് വ്യാപകമാണ്. ഇന്ന് ഈ വിഷയത്തിൽ കോർപ്പറേഷൻ ഇടപെടുന്ന മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞാണ് SMB സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്ന് രാവിലെ 8 മണിക്ക് വന്ന ഒരു ബസ് ഉച്ചവരെ പാർക്ക് ചെയ്യുന്നതിന് 1000 രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാറ്, ഓട്ടോറിക്ഷ ഇതിനൊക്കെ തന്നെ 200, എന്റെ ഇരിക്കുന്നതെല്ലാം തന്നെ 500, 200, 500 രൂപ, 200 രൂപ ഒക്കെ വാങ്ങിച്ച കൂപ്പൺ റെസിപ്റ്റാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇതിലൊന്നും തന്നെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ കോർപ്പറേഷന്റെയോ ഒരു എംപ്ലോയും ഇല്ല, ശരിയില്ല. ഇതാരാണ് അടിച്ചതെന്നും പറയുന്നില്ല. പ്രിൻസിപ്പലിനെ അറിയില്ല, അവിടുത്തെ HM അറിയില്ല. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഒരു PTA പ്രസിഡന്റ് കർണനും ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ഹാഷിമും കൂടെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഹാഷിമിനെ വിളിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ 500ന്റെ കെട്ടുകൾ ഇവരൊന്ന് പിടിച്ച പണമുണ്ട്. അപ്പൊ അനധികൃതമായി പിടിച്ച ഈ പണം തിരിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പണം തിരിച്ചു കൊടുപ്പിച്ചു. എന്നിട്ട് പോലീസിനെ അറിയിച്ചു. അപ്പോൾ തന്നെ തമ്പാനൂർ പോലീസ് വന്ന് അവരെ കൂട്ടിക്കൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ വരെ അറിയിച്ചു. മന്ത്രിയുമായി ഫോൺ സംസാരിക്കാൻ സാധിച്ചു. ട്രൈ ചെയ്ത് കിട്ടിയില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളരെ വലിയ പിന്തുണയാണ് ഈ അനധികൃത ഇടപാടുകാർക്കെതിരെ കിട്ടിയത്. ഇപ്പൊ മനസ്സിലാവുന്നത് തിരുവനന്തപുരത്ത് പാർക്കിങ്ങിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ തിരുവനന്തപുരത്ത് അല്ലാത്തവർ വരുന്നുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വരുമ്പോഴേക്കും ഒരു സെക്രട്ടേറിയറ്റിന്റെ ആവശ്യത്തിനോ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാനോ അമ്പലത്തിലോ ഒക്കെ വരുമ്പോഴേക്കും ചോദിക്കുന്ന പണം അവർക്ക് വേറെ ലോക്കൽ ബന്ധമില്ല. പിന്നെ ഈ പാർക്കിങ്ങിന് പണം പിരിക്കാനും കൈകാര്യം ചെയ്യാൻ നിൽക്കുന്ന പലരും തന്നെ തിരുവനന്തപുരത്ത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. എനിക്ക് ഇന്നലെ പോയപ്പോഴേക്കും മനസ്സിലായി. അപ്പൊ ഇവരെ ഭയന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എമൗണ്ട് കൂടി ഇവർ 5-6 പേർ ഇറങ്ങും. ഇത് കണ്ട് ഭയന്ന് പോവുകയാണ്. അങ്ങനെയാണ് ആൾക്കാർ ഈ പണം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആരും 1000 രൂപയൊന്നും കൊടുക്കില്ല. അല്ലെങ്കിൽ ഇവരെ വണ്ടിയിലൊക്കെ ടയർ കുത്തി കയറും, കണ്ണാടി അടിച്ച് പൊട്ടി. ഈ ഭയത്തിലാണ് ആൾക്കാർ കൊടുക്കുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് പാർക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ മാഫിയയുടെ അടിവേരി ഞങ്ങൾ ഇറക്കും. ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധമുണ്ടോ? അല്ല, അതിനെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല. എന്തായാലും ശരി, എന്നെ ക്രിമിനൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇന്നലെ ഇന്നും ആയിട്ട് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത വർഷം പൊങ്കാല വരുമ്പോഴേക്കും ഞങ്ങൾ ഗൌരവമായി ചർച്ച ചെയ്യാൻ പോകുന്നത് പൊങ്കാലയിടാൻ വരുന്ന ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പരമാവധി എല്ലാവരും സഹകരിച്ചുകൊണ്ട് സൗജന്യമായി കൊടുക്കണം. പാവപ്പെട്ട ആൾക്കാരാണ് വരുന്നത് പലരും. ഇനി അല്ലെങ്കിൽ തന്നെയും ആറ്റുകാലമ്മയെ ധ്യാനിക്കുവാനും പൊങ്കാലയിടാനും വരുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുള്ളവർ സഹകരിച്ച് അങ്ങനെ മാത്രമല്ല നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയുള്ളൂ. അത് ചെയ്യണം. ഇനി പലരും വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോഴും 100 കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ ഇതുപോലുള്ള കരടുകളുമുണ്ട്. ഇനി ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി പാർക്കിംഗ് ആയിട്ട് ബിസിനസ്സായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷന്റെ കർശനമായ ഉപാധികൾക്ക് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അവിടെ ടോയ്ലറ്റ് ഉണ്ടാകണം, വെള്ളം ഉണ്ടാകണം, വെളിച്ചം ഉണ്ടാകണം, സെക്യൂരിറ്റി ഉണ്ടാകണം. അതിന്റെ ഫീസ് കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന ഫീസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ. ലൈസൻസ് ഇല്ലാത്ത ഒരു പാർക്കിംഗ് കേന്ദ്രങ്ങളും അനുവദിക്കുകയില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഈ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ ശക്തമായ ഇടപെടലും അന്വേഷണം ഉണ്ടാവും. തെളിവ് സഹിതം പിടിച്ചിരിക്കുകയാണ് മേയർ. അടുത്ത പൊങ്കാല മുതൽ തന്നെ കൃത്യമായ നടപടിക്രമങ്ങൾ ഇതിന് ഉറപ്പാക്കുമെന്ന് കൂടി പറയുന്നു. പുതിയതായിട്ടുള്ള തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിന് തുടർന്നാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ ബന്ധമല്ല, ക്രിമിനൽ ബന്ധമാണ് ഉള്ളത് എന്നതാണ് മനസ്സിലായിട്ടുള്ളതെന്ന് കൂടി നടപടിക്ക് പോലീസിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അല്ല, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോകും. ഇനിയും തിരക്കാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.